ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങിയൊരു കഥ പറയാനാണ് കേട്ടോ വന്നത്. യൂട്യൂബ് തുടങ്ങിയ കഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 7 മക്കളാട്ടോ. അതായത് എൻ്റെ അമ്മക്ക് 7 മക്കളാണ്. അതിൽ 5 ആണും 2 പെണ്ണാണ് കേട്ടോ. അതിൽ 6ാമത്തെ കുട്ടിയാട്ടോ ഞാൻ ഉമ്മാൻ്റെ. അപ്പോൾ 6ാമത്തെ കുട്ടിയാവുമ്പോൾ നമുക്ക് ആലോചിച്ചറിയാം, വലിയ കുട്ടി ഈ 6ാമത്തെ കുട്ടിയായിട്ട് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടാവും. ഒരു 10, 18, 19 വയസ്സിൻ്റെയൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇക്കാക്കയാണ് കേട്ടോ. എൻ്റെ മൂത്ത കാക്കയാണ് വലുത്. അപ്പോൾ നമ്മളെ വിട്ട് പോയിട്ടിപ്പോൾ ഇന്ന് ഓർമ്മ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒരു 4-5 വർഷമൊക്കെ ആയി. 5ാമത്തെ വർഷമാണിത്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കത് പറയാൻ അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും യൂട്യൂബിൽ ഓരോ പാട്ടിടുമ്പോഴും അല്ലെങ്കിൽ ഓരോ വീഡിയോ ഇടുമ്പോഴും ഞാൻ ഓർക്കണേ. അതേപോലെ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ, നമ്മളെ മനസ്സിലുണ്ടാവുന്ന ഒരു മുഖമാണ് കേട്ടത്. അപ്പോൾ നല്ല ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളോട് അധികം അറ്റാച്ചുള്ള ആൾക്കാരെ പടച്ചോൻ വേഗം കൊണ്ടുപോകും പറയുമല്ലോ. ഞങ്ങൾ ഇവിടെയൊക്കെ പറയട്ടെ, അങ്ങനെ നല്ല ആൾക്കാരെ പടച്ചോൻ വേഗം കൊണ്ടുപോകും പറയും. അപ്പം അത്രയും നല്ല എനിക്കെൻ്റെ ഇപ്പം ആലോചിച്ചാറിയല്ലോ, ഉപ്പാക്കും ഉമ്മാക്കൊക്കെ അത്യാവശ്യം പ്രായമുണ്ട്. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ തന്നെ ഉപ്പാക്കും ഉമ്മാക്കും അത്യാവശ്യം പ്രായമുണ്ട്. അപ്പോൾ നമ്മളൊരു ഉപ്പയായിട്ടും ഉമ്മയായിട്ടും നിന്നിക്കണത് എൻ്റെ വലിയ കാക്കാൻ്റെ വൈഫാണ് കേട്ടോ, നാത്തൂനാണ്. നാത്തൂനോട് ഇപ്പോഴും എനിക്കൊരു ഉമ്മാൻ്റെ സ്ഥാനമാണ് വരിക. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനും അതേപോലെ നമ്മൾ സങ്കടങ്ങൾ പറയാനും ഒക്കെ പറ്റുന്ന ഒരു നാത്തൂനാണ് എനിക്ക് വലിയ നാത്തൂൻ്റെ ഉമ്മാൻ്റെ സ്ഥാനം. അതേപോലെ തന്നെയാണ് എൻ്റെ വലിയ കാക്ക കേട്ടോ. എന്നും ഇല്ലെങ്കിലും 2 ദിവസം കൂടുമ്പോഴെങ്കിലും എനിക്ക് വിളിക്കും. അങ്ങനെയാണ്. അപ്പം നല്ല കാലം ഫുള്ള് ഗൾഫിൽ കഴിഞ്ഞ് ജീവിതം ഫുള്ള് ഗൾഫിലായിങ്ങാണ്ട് പിന്നെ അസുഖം ആയിങ്ങാണ്ട് 2-2.5 വർഷമാണ് നാട്ടിൽ നിന്നത് കേട്ടോ. അപ്പോഴേക്ക് പിന്നെ നമ്മളെ വിട്ടുപോയി. അപ്പോൾ ഈ 2.5 വർഷത്തിൽ അസുഖം നല്ല പോലെ അസുഖമല്ല, പക്ഷെ മരുന്നും ഗുളികയും നിർത്താതെ കുടിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അത്യാവശ്യം കുക്ക് ചെയ്യും കേട്ടോ ആൾ. നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എന്നോട് പറയും, നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പോൾ തുടങ്ങുമ്പോൾ എൻ്റെ പാട്ടും ഇടുക, എൻ്റെ കുക്കിങ്ങും ഇടുക, എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ചാനൽ തുടങ്ങണം എപ്പോഴും പറയും കേട്ടോ. പക്ഷെ ഞാൻ അന്നൊന്നും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ എനിക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ എങ്ങനെയാണ് പാടുക, എങ്ങനെയാണ് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു കേട്ടോ. എന്താ ചെയ്യാന്നറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ മടിച്ച് നിന്നാണ്ട് യൂട്യൂബ് ചാനലിട്ട് തുടങ്ങിയതുമില്ല. എൻ്റെ ഇക്കാക്ക നമ്മളെ വിട്ടുകൊണ്ട് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് ഞാൻ എൻ്റെ മക്കൾ പഠിക്കണ സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിനെ കുറിച്ച് ഞാനൊരു പാട്ട് എഴുതിയാണ് ഞാൻ അവിടുത്തെ HMന് ആ പാട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത്, ഞാൻ തന്നെ പാടിയാണ്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഇങ്ങനെ നിങ്ങൾ അടുക്കളയിൽ നിൽക്കാനുള്ള ആളല്ല, നിങ്ങൾ എന്തായാലും പുറത്തേക്ക് വരണം, ഈ പാട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ പോയി പാടിയിട്ട് നമ്മളെ സ്കൂളിൻ്റെ ചാനലിൽ ഇടാമെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ മുഖം, അതായത് ഞാൻ പാടുന്നതും എൻ്റെ മുഖം അങ്ങനെ ഒരു ചാനലിൽ വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഫസ്റ്റ് വന്നപ്പോൾ പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു പേടിയും ഒരു മടിയൊക്കെ പോയല്ലോ. അപ്പോഴേക്കും എൻ്റെ ഇക്കാക്ക പോയിന് കേട്ടോ, നമ്മളെ വിട്ട് പോയിന്. ആ ഒരു സമയത്താണ് ഞാൻ ആ പാട്ട് ഉള്ള സമയത്താണ് ഞാൻ ആ ഒരു പാട്ട് പാടിയേക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആ പാട്ട് ഒന്നും കൂടെ ആളുകളിലേക്ക് എത്തിയിരുന്നു. KCJM വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, ഒരു സ്കൂളിൻ്റെ ചാനൽ. ആ ചാനലിലുണ്ട് ഒരു പാട്ട് ഞാൻ എഴുതിങ്ങാണ്ട് ഞാൻ തന്നെ പാടിയൊരു പാട്ടാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുകയെന്ന് വിചാരിച്ചത്. അതായത് ഇപ്പം ഈ ഡിസംബർക്ക് 1 വർഷമായിട്ട്, അപ്പോൾ കഴിഞ്ഞ ഡിസംബർക്ക് 1 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കേ, ഇപ്പം എൻ്റെ ചാനലിൽ ആ ഒരു 300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ കേട്ടോ. പക്ഷേ എൻ്റെ ഇക്കാക്കുള്ള സമയത്താണ് ഞാൻ ആ ചാനൽ തുടങ്ങിയതെന്ന് വെച്ചാൽ ഇത് എന്തായാലും മോണിറ്റൈസ് ആവുന്നത് വരെ മൂപ്പര് കടന്ന് ശ്രമിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു മനസ്സാണ്. നമ്മളെ കഴിവുകൾ എപ്പോഴും ഞാൻ പാടും, എൻ്റെ പാട്ടിനെ എപ്പോഴും നമ്മളോട് ഇങ്ങനെ എപ്പോഴും ആ പാട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തരുന്നത് എപ്പോഴും എൻ്റെ വലിയ കാക്കയാണ് കേട്ടോ. അപ്പോൾ
എൻ്റെ 2 ബ്രദേഴ്സ് പാടും. അതായത് രണ്ടാമത്തെ ബ്രദറും പാടും, നാലാമത്തെ ബ്രദറും പാടും കേട്ടോ. അവ അത്യാവശ്യം പാടുന്നവരാണ്. പക്ഷെ ഓൽക്കൊക്കെ ജോലിയും കാര്യങ്ങളും തിരക്കും കുടുംബവും കുട്ടികളും അങ്ങനത്തെ ഒക്കെ ആയതുകൊണ്ട് ഓൽക്കിപ്പോൾ ആ പാട്ടിലേക്ക് വരാനുള്ള ഒരു അവസ്ഥയിലല്ല ഓല്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഓല് പുറകോട്ട് നിൽക്കുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കും ഓലോടൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും തീരുമാനമാക്കിയിട്ട് ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്തൊക്കെ എന്തെങ്കിലും തീരുമാനമാക്കിയിട്ട് അത് ഓലെയും കൂടി ഈ പാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ. അപ്പം എൻ്റെ ഈ വലിയ കാക്കാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്നോട് എപ്പോഴും സപ്പോർട്ടായിട്ട് സംസാരിച്ചിരുന്നത്. പാട്ടിനെ കുറിച്ചാണെങ്കിലും അല്ലാതെയും ജീവിതകാര്യങ്ങളും ഒക്കെ എന്നോട് കൂടുതൽ സംസാരിച്ചു. എൻ്റെ ഉപ്പാനേക്കാളിലും എനിക്ക് ഇപ്പാനോട് സ്നേഹമില്ല എന്നല്ല, പക്ഷെ ഇപ്പം മരിച്ചിട്ടുള്ളതിനേക്കാളും എനിക്കെൻ്റെ എന്തൊക്കെയോ ആയിട്ടോ ഞാൻ അതിൽ ഇങ്ങോട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ ടൈം എടുത്തിരുന്നു കേട്ടോ. അതിൻ്റെ ഹസ്ബൻഡിനൊക്കെ അറിയാം ആ ഒരു സംഭവം കേട്ടോ, എനിക്ക് അന്നുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ പാട്ടിടുമ്പോഴും എപ്പോഴും ഈ ഏതൊരു നമുക്കൊരു നല്ല കാര്യം വരുമ്പോഴൊക്കെ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നൊരു മുഖമാണ് എൻ്റെ വലിയ കാക്ക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ കാക്കാനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിക്കണമെങ്കിൽ അത് പൊറുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇന്ന് മരിച്ചിട്ട് 5ാമത്തെ വർഷമാണ് കേട്ടോ. 5 വർഷം തികയാണ്. അപ്പം ഇന്ന് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി, എനിക്ക് പറയണമെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞോന്ന് കരുതരുത്. പക്ഷെ ഞാൻ വീഡിയോ എനിക്ക് യൂട്യൂബ് തുടങ്ങാനുള്ളൊരു കാരണക്കാരന് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ ഓക്കെ, ബൈ.